ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തതിന് ശേഷം വിഷുവിന് കുട്ടികൾക്കുള്ള സമ്മാനം ശിവൻ നൽകുന്നു. കുട്ടികൾക്കുള്ള പട്ടുപാവാടയും ബ്ലൗസും ഓരോ ബാ- ഓരോ കവറിലാക്കി അത് കുട്ടികൾക്ക് സമ്മാനിച്ചു. അതെടുത്ത് കുട്ടികൾ വളരെ സന്തോഷത്തോടെ നോക്കുമ്പോൾ ഹായ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് കുട്ടികൾ ആ ഡ്രസ്സ് കണ്ട് സന്തോഷിക്കുമ്പോഴാണ് പിള്ളച്ചേട്ടനോട് ശിവൻ പറഞ്ഞത്, പിള്ളച്ചേട്ടാ അതുകൂടി ഇങ്ങ് തന്നെ എന്ന്. ഉടനെ പിള്ളച്ചേട്ടൻ കൊടുത്ത ആ കവറിൽ ഒരു ആറന്മുള കണ്ണാടിയാണ് ഉണ്ടായിരുന്നത്. അത് ആ വാൽക്കണ്ണാടി കയ്യിൽ കിട്ടിയതും ഉടനെ ശിവൻ പറഞ്ഞു, മക്കളെ ഇത് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ശരിക്കും നമ്മുടെ മുഖം മാത്രമല്ല കാണേണ്ടത്, നമ്മളിലെ നന്മ തിന്മകളെ നമ്മളാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഈ കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്താണ്. അതിന് ഇത് സഹായിക്കും എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് രണ്ടു പേർക്കും കൂടി ആ കണ്ണാടി സമ്മാനിച്ചു. അവരത് രണ്ടുപേരും പരസ്പരം മാറി മാറി നോക്കി കാണുമ്പോൾ ഉടനെ വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ശിവൻ സത്യാമ്മയ്ക്കുള്ള സമ്മാനം കൂടി നൽകി. സത്യാമ്മയെ വിളിച്ചിട്ട് പിള്ളയോട് ശിവൻ പറഞ്ഞു, പിള്ളച്ചേട്ടാ ആ കവറിങ് തന്നെ എന്ന്. ഉടനെ പിള്ളച്ചേട്ടൻ കവർ കൊടുത്തതും അത് സത്യാമ്മയുടെ നേരെ നീട്ടി ശിവൻ പറഞ്ഞു, ഇത് സത്യാമ്മയ്ക്കുള്ള എൻ്റെ വിഷു സമ്മാനമാണ്. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് സത്യാമ്മ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് സത്യഭാമ സന്തോഷപൂർവ്വം ശിവന്റെ കയ്യിൽ നിന്ന് ആ വിഷുസമ്മാനം വാങ്ങിച്ചു. അത് വാങ്ങിച്ചു കഴിഞ്ഞതും സത്യമ്മ വേഗം കണ്ണൻ്റെ അടുത്ത് വെച്ചിരുന്ന ആ വിഷു കൈനീട്ടം എടുത്ത് അത് ശിവനോട് പറഞ്ഞു, ദാ ഇത് ഞാൻ എൻ്റെ മകന് വേണ്ടി കരുതി വെച്ചതാ, ഇന്ന് ഇത് വാങ്ങിക്കാനുള്ള അർഹത നിനക്കാണ് എന്ന് പറഞ്ഞ് അത് ശിവന് നൽകുന്നു. അപ്പോഴേക്കും സത്യമ്മ ശിവനെ ചേർത്ത് പിടിച്ച് ശിവനെ നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുക്കുമ്പോൾ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ശിവൻ അറിഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം കണ്ടുനിന്ന് രാഘവൻ നായർ ചോദിച്ചത്, അല്ലടാ മോനെ, ഈ അച്ഛനപ്പോൾ നീ വിഷുവായിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? ഉടനെ രാഘവൻ നായരെ ചേർത്ത് പിടിച്ചിട്ട് ശിവൻ പറഞ്ഞു, ഈ അച്ഛനുള്ള സമ്മാനം എൻ്റെ സ്നേഹം തന്നെയാ. മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹം നിറച്ചു വെച്ചിരിക്കുന്ന ഈ അച്ഛന് എനിക്ക് തരാനുള്ളതും എൻ്റെ സ്നേഹമാണെന്ന് പറഞ്ഞ് രാഘവൻ നായരെ കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ആ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ, എടാ പൊന്നു മോനെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശിവനെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം വിഷു കൈനീട്ട ആ വിഷുവിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് പിന്നീട് തൻ്റെ ലോഡ്ജിലെത്തി ശിവൻ പുറത്തു പോകാനായി റെഡിയാകുന്ന സമയത്ത് വാതിൽ തുറന്നു വന്ന ശിവൻ വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ടതോടെ ഞെട്ടി. തന്നെ നോക്കി നിൽക്കുന്ന ഡെയ്സിയെ കണ്ടതും ഉടനെ ശിവൻ ചോദിച്ചു, നീ എന്താ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വന്നത്, ഒന്ന് വിളിക്കുക പോലും ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഡെയ്സി വേഗം റൂമിലേക്ക് കയറിയിട്ട് ചോദിച്ചു, അല്ല ഞാൻ വിളിച്ച് എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു, എന്നിട്ടൊന്നും നീ കോൾ എടുത്തില്ലല്ലോ, അത് നീ കണ്ടതും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശിവൻ പറഞ്ഞു, ഡെയ്സി ഞാൻ നിന്നെ വിളിക്കാറുണ്ടല്ലോ, നിന്നോട് സംസാരിക്കാറുമുണ്ട്. ഞാൻ നിന്റെ കോൾ എടുക്കാതെ വരുന്നത് ഞാൻ ജോലി തിരക്കിലാകുന്ന സമയത്ത് മാത്രമാണ് എന്ന് ശിവൻ അറിയിച്ചതും അത് കേട്ടതോടെ ഡെയ്സി ചോദിച്ചു, ഓ അത് ശരി, അത് നിന്റെ ജോലി തിരക്ക് കൊണ്ടാണോ അതോ നിനക്ക് ജോലി തന്ന നിന്റെ യജമാനത്തി കൂടെ ഉള്ളതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡെയ്സി, വേണ്ട, ഈ സംസാരം മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് ശിവൻ ഡെയ്സിയെ താക്കീത് ചെയ്തു. അല്ല, കുറേ ദിവസമായി നീ വലിയ ജോലി തിരക്കിലായെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു നിന്റെ ഇത്രയും വലിയ ജോലി? ഒരു ദിവസം പോലും എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കാതെ ഉറങ്ങാൻ കഴിയാതിരുന്ന നിനക്ക് ഇപ്പോൾ എന്താണ് എന്നെക്കാളേറെ അത്ര വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, എൻ്റെ അനുജത്തി ചന്ദ്രയെ നിനക്കറിയത്തില്ലേ, അവളുടെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു ഞാൻ എന്ന് ശിവൻ ഡെയ്സിയോട് അറിയിച്ചു. അവളുടെ വിവാഹം നടത്തുന്നതിനുള്ള തിരക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ഡെയ്സി ചോദിച്ചു, ഓ അത് ശരി, അപ്പോൾ നിന്റെ അനുജത്തിക്ക് വിവാഹം നടത്താം, പക്ഷേ നീ താലി ചാർത്തിയ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതിൽ നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അല്ലേ? അതെന്താ നമ്മുടെ കാര്യത്തിൽ മാത്രം നിനക്ക് ഇങ്ങനെ ഒരു നയമെന്ന് ചോദിച്ച് ശിവനെ നേരെ തട്ടിക്കയറുന്ന ഡെയ്സിയോട് ശിവൻ പറഞ്ഞു, എൻ്റെ ഡെയ്സി, ഞാൻ നിന്നോട് പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഉടനെ ഡെയ്സി പറഞ്ഞു, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഇപ്പോൾ മറ്റെന്തൊക്കെയോ ചിന്തകളാണ്, മറ്റേതോ താവളത്തിൽ കടന്നുകൂടിയതിൻ്റെ അഹങ്കാരവും ഒക്കെയാണ് നിനക്കിപ്പോൾ ഉള്ളത്, അല്ലാതെ അതിൽ നിനക്കൊരു മാറ്റവും വരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ പറഞ്ഞു, ഡെയ്സി എനിക്ക് ജോലിക്ക് പോകണം, നീ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കാൻ നീ ഒന്ന് ശ്രമിക്കുക. നിന്നോട് എനിക്ക് ഇഷ്ടക്കുറവോ നിന്നോട് വെറുപ്പോ ഒന്നും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല, പക്ഷേ നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം തുടങ്ങണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നീ സാവകാശം തന്നേ തീരൂ, എനിക്ക് കുറച്ച് സമയം കൂടി നീ തരണമെന്ന് പറഞ്ഞപ്പോൾ ഡെയ്സി പറഞ്ഞു, നിനക്ക് സമയം തന്നിട്ടും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല, ഇനി എത്രയൊക്കെ സമയം നിനക്ക് തന്നാലും അതിൽ യാതൊരു ഫലവും ഉണ്ടാവില്ല, അത് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം.
അതുകൊണ്ട് തന്നെയാണല്ലോ നീ ഇപ്പോൾ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തു കൂട്ടുന്നതും എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതും എന്ന് ഡെയ്സി ശിവനോട് ചോദിക്കുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശിവൻ പറഞ്ഞു, ഡെയ്സി എനിക്ക് ജോലിക്ക് പോകണം. നീ ഇപ്പോൾ ഇവിടുന്ന് പുറത്തു പോയാൽ മാത്രമേ എനിക്ക് റൂം പൂട്ടി പോകാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഡെയ്സി പറഞ്ഞു, ഓ അത് ശരി, എന്നെ കർണത്തടിച്ച് ഇവിടെ നിന്ന് ഇതിലും ഭേദം അടിച്ചിറക്കുന്നത് തന്നെയായിരുന്നു ശിവ, ഇതിലും നല്ലത് എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ ദേഷ്യത്തോടെ ഡെയ്സിയോട് പറഞ്ഞു, നിന്നോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം നീ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തിരിച്ച് മനസ്സിലാക്കുന്നതുമൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല നീ മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള ഈ സംസാരം തുടർന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് ശിവൻ വേഗം തന്നെ റൂമിൽ നിന്നിറങ്ങി. തൻ്റെ ബുള്ളറ്റും എടുത്ത് ശിവൻ പോകുമ്പോഴേക്കും ഡെയ്സി വേഗം തന്നെ സുസ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. സുസ്മിത കോൾ എടുത്തതും ഡെയ്സി പറഞ്ഞു, ചേച്ചി പറഞ്ഞതുപോലെ ഞാനിവിടെ വന്നു, പക്ഷേ അവൻ എനിക്ക് പിടിതരാതെ ഒഴിഞ്ഞു മാറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഡെയ്സിയോട് സുസ്മിത പറഞ്ഞു, അതിന് പിന്നിലും അവൾ തന്നെയാണ് ശാലിനി. അവളുടെ സ്വഭാവം നിനക്കറിയില്ല, പക്ഷേ വ്യക്തമായിട്ട് എനിക്കറിയാം. അവള് ഒരു രക്തരക്ഷസിനെ പോലെയാണ്. നിനക്കറിയില്ലേ, പുരുഷന്മാരുടെ ചോരയൂറ്റി കുടിക്കുന്ന ഒരു സ്വഭാവം, അതാണ് അവൾക്കുള്ളത്. അത്തരത്തിലൊരു സ്വഭാവക്കാരിയാണ് അവൾ. അതുകൊണ്ട് തന്നെ അവളെ നീ ഒരിക്കലും വിശ്വസിക്കുകയും വേണ്ട. അവൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ എല്ലാം ചെയ്താൽ മതി. എന്നാൽ അവളെ നമുക്ക് വീഴ്ത്താം. അവളുടെ പിടിയിൽ നിന്ന് ശിവനെ രക്ഷിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ശരി, ചേച്ചി എന്ത് പറഞ്ഞാലും അത് തന്നെ ഞാൻ ചെയ്തോളാമെന്ന് ഡെയ്സി ഉറപ്പ് നൽകി. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും സുസ്മിത മനസ്സിൽ പറഞ്ഞു, ശാലിനി, നിനക്കെതിരെയുള്ള പുറപ്പാട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. നിന്നെ വീഴ്ത്താനായിട്ട് ഈ സുസ്മിത വീണ്ടും വന്നിരിക്കുകയാണ് അംഗം കുറിക്കുവാൻ. നിനക്ക് ഈ യുദ്ധത്തിൽ തോൽവി സമ്മതിക്കേണ്ടി വരും ശാലിനി എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത താൻ ശാലിനിക്കെതിരെ പടനയിച്ചു തുടങ്ങിയിരിക്കുന്നു അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് ശിവൻ തൻ്റെ ബൈക്കുമെടുത്ത് സത്യാമ്മയുടെ വീട് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് അവിടെ സത്യാമ്മയുടെ വീട്ടിൽ രാഘവൻ നായർ പിള്ളയോട് പറഞ്ഞു, എടോ, ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നല്ല ഡ്രസ്സ് എടുക്കണം, നല്ലൊരു ജുബ്ബ എടുക്കണം, പിന്നെ എന്തായാലും ഒരു ഫോട്ടോ അത് വേണം, ഒരു ഫ്ലെക്സ് വെക്കാനായിട്ട്. എന്നാലല്ലേ നാട്ടുകാരൊക്കെ അറിയൂ വിവാഹ വാർഷികത്തെക്കുറിച്ച്. അതുകൊണ്ട് അതിന് വേണ്ട ഫോട്ടോ എടുക്കാൻ ഞാൻ ആ ക്ലീറ്റസിനോടും അവൻ്റെ ശിഷ്യനോടും കൂടി പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഇങ്ങെത്തും എന്ന് പറഞ്ഞ് രാഘവൻ നായർ അങ്ങനെ കാത്തിരിക്കുമ്പോഴേക്കും ശാലിനി ഓഫീസിലേക്ക് പോകാനായി വാതിക്കലേക്ക് എത്തി. റെഡിയായി വന്ന ശാലിനി രാഘവൻ നായരോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇറങ്ങുവാ എന്ന് പറഞ്ഞപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അയ്യോ മോളെ, അങ്ങനെ പോകല്ലേ, മോള് പോയാൽ ശരിയാവില്ലല്ലോ, അവിടെ നിൽക്ക്, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ അച്ഛാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചെന്നേ പറ്റൂ, ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മീറ്റിംഗ് ഒക്കെ പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് രാഘവൻ നായർ വാശി പിടിച്ചു. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ശാലിനി ആകെ ടെൻഷനോടിരിക്കുമ്പോഴേക്കും പിള്ളച്ചേട്ടനോട് ശാലിനി കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതേ, വരുന്നത് വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒന്നിച്ചൊരു ഫോട്ടോ വേണം. അവനിപ്പോൾ ഇങ്ങനെ വരും, അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും നിന്ന് ഓരോ ഫോട്ടോ, അതിനാണ് ക്ലീറ്റസിനെ ഞാൻ വിളിച്ചു വരുത്തുന്നത്. അത് കേട്ടതോടെ ശാലിനി ആകെ ഞെട്ടി. ശിവന്റെ കൂടെ നിന്നുകൊണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനാണ് അച്ഛൻ നിർബന്ധിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ ശാലിനിക്കാകെ ദേഷ്യം. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, എടി മോളെ, അച്ഛൻ പറയുന്നത് നിനക്ക് കേട്ടൂടെ എന്ന് ചോദിച്ച് ശാലിനിയെ രാഘവൻ നായർ പിടിച്ചു നിർത്തുന്നു. ശാലിനി അവിടെ നിൽക്കുമ്പോഴേക്കും സത്യമ്മ അവിടേക്ക് എത്തി. ഉടനെ ശാലിനി അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, സത്യമ്മയെ, ഇനിയും ഇങ്ങനെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ശിവനെ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് കാണാനും കഴിയില്ല. അച്ഛൻ്റെ ഈ തീരുമാനം ഒരു കാരണവശാലും നടപ്പിലാകാൻ പോകുന്നില്ല. എങ്ങനെയും ഇതിൽ നിന്ന് സത്യാമ്മേനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന് ശാലിനി സത്യാമ്മയോട് ആവശ്യപ്പെടുമ്പോൾ സത്യഭാമ എന്ത് ചെയ്യണമെന്നറിയാതെ അല്പനേരത്തേക്ക് ആലോചിച്ചു നിന്നു. അതിനുശേഷം വേഗം രാഘവൻ നായർ അരികിലേക്ക് ചെന്നു. രാഘവേട്ട, ഇന്ന് ഇവരുടെ കല്യാണ ഫോട്ടോ എടുക്കണ്ട, കാരണം ഇനിയും സമയമുണ്ടല്ലോ. ശാലിനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകാനുള്ളതാണ് എന്ന് ശാലിനിയെക്കുറിച്ച് സത്യാമ്മ പറഞ്ഞു. അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു, ഓ അത് ശരി, അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ശാലിനി വേഗം തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതിയല്ലോ, അതിനി അധിക താമസമില്ലല്ലോ എന്നൊക്കെ രാഘവൻ നായർ അറിയിച്ചു. ഇപ്പം തന്നെ അവൻ ഇങ്ങെത്തുമെന്ന് പറഞ്ഞ് പിള്ളയോട് വിളിച്ചു ചോദിക്കാനായി രാഘവൻ നായർ അറിയിച്ചു. പിള്ള വിളിച്ചു നോക്കിയിട്ടൊന്നും ഫോൺ കണക്റ്റ് ആവാത്തതുകൊണ്ട് പിള്ള പറഞ്ഞു, ഇല്ല സാറേ, കിട്ടുന്നില്ല എന്ന്. ഉടനെ രാഘവൻ നായർ തൻ്റെ ഫോണിൽ നിന്ന് വേഗം അവിടേക്ക് വരുന്ന ക്ലീറ്റസിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. രാഘവൻ നായർ ക്ലീറ്റസിനെ വിളിച്ചതും ക്ലീറ്റസ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യനോട് ഫോൺ എടുത്തു തരാനായിട്ട് ആവശ്യപ്പെട്ടു. ഫോൺ
ക്ലീറ്റസിൻ്റെ കാതിലേക്ക് ചേർത്ത് വെച്ച് കുട്ടി കോൾ അറ്റൻഡ് ചെയ്തതും ഉടനെ ഫോൺ എടുത്തതും താൻ എവിടെയാടോ, വീട്ടിലെത്താറായില്ലേ എന്ന് ദേഷ്യത്തോടെ രാഘവൻ നായർ അന്വേഷിച്ചു. ദാ എത്തുക സാറേ. അതെ, ഒരു നാണമുറിക്കൽ ചടങ്ങുണ്ടായിരുന്നു. എൻ്റെ ശിഷ്യൻ നല്ലവനായിരുന്നത് കൊണ്ട് ആ നാണമുറിക്കൽ ചടങ്ങ് അതോടെ അവസാനിപ്പിച്ചു. അവർ കൃത്യസമയത്ത് വേറെ ആരോ വിളിച്ച് അതൊക്കെ ഷൂട്ട് ചെയ്യിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല, കൃത്യസമയത്ത് നമ്മളവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോഴേക്കും ശിവൻ അവിടേക്കും സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രാഘവൻ നായർ ശിവനെ വിളിച്ചു. എടാ മക്കളെ, നീങ്ങി വേഗം വന്നേ. അപ്പോഴേക്കും ശിവൻ അരികിലേക്ക് ചെന്നതും രാഘവൻ നായർ ചോദിച്ചു, എടാ മക്കളെ, നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ബോധമില്ലേ? ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ നീ എവിടെയായി കറങ്ങി നടക്കുന്നത് എന്ന് ദേഷ്യത്തോടെ രാഘവൻ നായർ ചോദിച്ചു. എന്ത് പറയണമെന്നറിയാതെ ശിവൻ ഇങ്ങനെ രാഘവൻ നായരെ നോക്കി നിൽക്കുമ്പോഴേക്കും, എടാ ഇവിടെ വല്ലതും മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ നീയല്ലേ എനിക്കിവിടെ ഉള്ളൂ, അപ്പോൾ നീ കൂടി ഇവിടുന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ശിവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലായി. ഉടനെ എന്താ പിള്ളച്ചേട്ടാ എന്ന് ചോദിച്ചതും, അതെ താൻ ഫോൺ ചെയ്തോടോ എന്ന് പിള്ളയോട് രാഘവൻ നായർ ദേഷ്യപ്പെട്ടു. പിള്ളച്ചേട്ടാ ഉടനെ ശിവൻ വിളിച്ചതും രാഘവൻ നായരുടെ കോള് കണ്ടതോടെ പിള്ളച്ചേട്ടൻ വേഗം ഫോണുമായിട്ട് വേഗം തന്നെ രാഘവൻ നായർ അരികിലേക്ക് ചെന്നു. ഉടനെ രാഘവൻ നായർ കോൾ എടുത്തതും എവിടെയാടാ ക്ലീറ്റസേ എന്ന് ചോദിച്ചു. അയ്യോ സാറേ, ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക, ഉടനെ തന്നെ എത്തും, സാറ് വെപ്രാളപ്പെടാതെ എന്ന് പറഞ്ഞു. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും നീ വരിയാക്കി വന്നില്ലെങ്കിൽ പിന്നെ നിന്റെ ചവടക്കങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് ബഹളം വെച്ചതോടെ ക്ലീറ്റസ് വേഗം തന്നെ വീട്ടിലെത്തി. ഉടനെ വീട്ടിലേക്ക് വരുന്ന ക്ലീറ്റസിനെ താനും ശിവനും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ അച്ഛൻ ശ്രമിച്ചാൽ അത് ക്ലീറ്റസിന് അറിയാവുന്ന ഞങ്ങളെ രണ്ടുപേരെയും പിന്നെ എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് ശിവനെ നിർത്തി ഫോട്ടോ എടുക്കുന്നത് എന്നൊക്കെ ശാലിനി സങ്കടത്തോടെ ചോദിച്ചു. ഉടനെ ശിവൻ അരികിലേക്ക് വന്നതും സത്യമ്മ ശാലിനിയുടെ നിസ്സഹായാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞതോടെ എന്തായാലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്താ ഒരു പോംവഴിയെന്ന് ശിവൻ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ക്ലീറ്റസിൻ്റെ ശിഷ്യനും കൂടിയാണ് ഇവിടേക്ക് ഫോട്ടോ എടുക്കാനായി വരുന്നതെന്ന് രാഘവൻ നായർ എല്ലാവരോടുമായി പറഞ്ഞു. അത് കേട്ടതോടെ ക്ലീറ്റസിൻ്റെ ആ ഒരു ആശങ്ക മാറിക്കിട്ടി. എന്തായാലും പ്രശ്നമൊന്നും കൂടാതെ നമുക്ക് ഇവിടേക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് താൻ ഇവിടെ ഇപ്പോൾ ഇടങ്കോലായിരിക്കുന്നത് എന്ന് ശിവൻ സങ്കടത്തോടെ പറഞ്ഞു. എന്തായാലും പ്രശ്നങ്ങൾക്കൊക്കെ ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നും എന്തായാലും ഈ ഒരു കാര്യത്തിന് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം സത്യമ്മേ. സത്യമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവിടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ക്ലീറ്റസിൻ്റെ കൂടെയുള്ള കുട്ടി എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അവനോട് കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും ഈ വരവ് ബ്ലോക്ക് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ശരിയെന്ന് പറഞ്ഞവർ ഫോൺ സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോഴേക്കും ക്ലീറ്റസും കുട്ടിയും കൂടി അവിടേക്ക് എത്തി. രണ്ടുപേരും വന്നതും ക്ലീറ്റസ് പറഞ്ഞു, ഓ ഈ രാഘവൻ സാർ അങ്കിളെന്ന് വല്ലാതെ ബഹളം വയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ക്ലീറ്റസ് പറഞ്ഞു, അതെ. കുട്ടി പറഞ്ഞു, എങ്ങനെ ബഹളം വയ്ക്കാതിരിക്കും, അമ്മ അതിൽ വരവല്ല നമ്മൾ വരുന്നത് എന്നെല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രണ്ടുപേരും നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തി. ഈ സമയത്ത് രാഘവൻ നായർ അവിടെ കിടന്ന് ബഹളമായിരുന്നു. പൊന്നി ഇങ്ങോട്ട് വന്നേ പൊന്നി എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഒച്ചയെടുത്തു. ഈ സമയത്ത് സത്യാമ്മ വേഗം എന്ത് ചെയ്യുമെന്നോർത്ത് നോക്കി നിൽക്കുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്തായാലും വിഷ്ണുവിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ കൃത്യമായി വന്നെത്തിയതിൻ്റെ സന്തോഷവും അറിയിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശാലിനിയാണ് കൂടുതൽ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത്. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീർന്നു എന്നായിരുന്നു എല്ലാവരുടെയും ആശ്വാസം. ഉടനെ രാഘവൻ നായരോട് എണീറ്റോളാനും ഫോട്ടോ ഇപ്പം തന്നെ എടുത്തു തരാമെന്നും ക്ലീറ്റസ് പറഞ്ഞപ്പോൾ ശിവൻ വേഗം തന്നെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ക്ലീറ്റസേ, ഞങ്ങളുടെ ഫോട്ടോ അല്ല എടുക്കേണ്ടത്, എൻ്റെ വിഷ്ണുവിൻ്റെയും ശാലിനി മോളുടെയും ഫോട്ടോ എടുക്കേണ്ടത്, അതാ വേഗം എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആകെ ഞെട്ടലോടെ ക്ലീറ്റസ് നോക്കുകയാണ്. അല്ല, ഇവിടെ ആശാൻ നിൽക്കുന്നത്, ആശാനെ കണ്ടില്ലല്ലോ എന്ന് ടെൻഷനോടെ ക്ലീറ്റസ് നോക്കുമ്പോഴേക്കും ആശാനെ കാണാത്തതുകൊണ്ട് ക്ലീറ്റസ് ആകെ അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ കുട്ടിയെ വിളിച്ചുകൊണ്ട് ശിവൻ അവിടെ നിന്ന് മാറുന്നു. ഒന്ന് വന്നേ കുട്ടി എന്ന് പറഞ്ഞ് വേഗം ശിവൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ക്ലീറ്റസ് ബഹളം വെച്ചു. അല്ല, ഇവനുമായിട്ട് ഇതുവരെ ഇവിടെ പോവാ എന്നിങ്ങനെ ചോദിച്ചതും ബാക്കി കുട്ടികളെയും സത്യാമ്മയെയും രാഘവൻ നായരെയും വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് അവർ തീരുമാനിക്കുമ്പോഴേക്കും ഉടനെ ക്ലീറ്റസിൻ്റെ കൂടെ വന്ന സഹായി കുട്ടിയോട് കാര്യങ്ങളൊക്കെ വിശദമായി ശിവൻ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശിവന് എല്ലാത്തിലും നിരപരാധിയാണെന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാക്കിയതോടെ ഇനി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, എങ്ങനെയും ഈ ഫോട്ടോ എടുപ്പ് അവസാനിപ്പിക്കണം, അതിനെന്തെങ്കിലും പോകുമ്പോൾ നീ കണ്ടുപിടിക്കണമെന്നതായിരുന്നു ആ സമയത്തുള്ള ചിന്ത. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും
അതോടെ പരിഹാരവുമായി.